നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ 9ാമത് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ വിപണിയും നിക്ഷേപകരും വലിയ പ്രതീക്ഷയിലാണ്. ഈ ബജറ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളും വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഓഹരികളും ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഈ ബജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കാൻ സാധ്യതയുള്ള ക്യാപെക്സ് അഥവാ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ നിക്ഷേപങ്ങൾക്കാണ്. കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ റോഡുകൾ, റെയിൽവേ, പ്രതിരോധം, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകൾക്ക് വലിയ വിഹിതം ലഭിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഏകദേശം 12.4 ലക്ഷം കോടി രൂപയോളം ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനായി സർക്കാർ മാറ്റിവെച്ചേക്കാം. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 10% വർധനമാണ്. പ്രതിരോധ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ കൂടുതൽ തദ്ദേശീയ നിർമ്മാണത്തിന് മുൻഗണന നൽകും. അതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, മെസഗോൺ ഡോക്ക് തുടങ്ങിയ ഓഹരികൾ നിക്ഷേപകർക്ക് ഗുണകരമായേക്കാം. അതുപോലെ തന്നെ റെയിൽവേ വികസനത്തിനായി 2.65 ലക്ഷം കോടി രൂപയോളം വകയിരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഓഹരികൾക്ക് കരുത്തു പകരും. സാധാരണക്കാരെയും നിക്ഷേപകരെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ആദായ നികുതിയിലെ മാറ്റങ്ങളാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 1 ലക്ഷം രൂപയായി ഉയർത്തണമെന്നും ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ ഇളവ് വേണമെന്നും വലിയ ആവശ്യമുയരുന്നുണ്ട്. നിലവിൽ ഇൻകം ടാക്സ് സ്ലാബുകളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും നിക്ഷേപകർക്ക് ആശ്വാസം നൽകുന്ന ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പ്രധാന മേഖല കൃഷിയാണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ PM കിസാൻ ഫണ്ടിലോ കാർഷിക വായ്പകളിലോ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് M&M, TVS മോട്ടോഴ്സ് തുടങ്ങിയ ഓട്ടോമൊബൈൽ ഓഹരികൾക്കും FMCG കമ്പനികൾക്കും ഗുണകരമാകും. അനലിസ്റ്റുകളും ഈ ഓഹരികൾ നിർദ്ദേശിക്കുന്നുണ്ട്. ആക്സിസ് സെക്യൂരിറ്റീസ്, അൾട്രാടെക് സിമന്റ്, മാരുതി സുസുക്കി, ഭാരതി എയർടെൽ, നാൽകോ, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, ഷാലറ്റ് ഹോട്ടൽ, മാക്സ് ഹെൽത്ത് കെയർ, ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ എന്നീ ഓഹരികളാണ് നിർദ്ദേശിക്കുന്നത്. കൂടാതെ GMDC, ഭാരത് ഇലക്ട്രോണിക്സ്, എംടാർ, അമർ രാജ എനർജി, CESC, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻസ് എന്നീ ഓഹരികളും ആക്സിസ് സെക്യൂരിറ്റീസിന്റെ ലിസ്റ്റിലുണ്ട്. മോത്തിലാൽ ഒസ്വാൾ, ലാർസൻ ആൻഡ് ട്യൂബ്രോ, ABB, സീമൻസ്, ഹിറ്റാച്ചി, സീമൻസ് എനർജി, ഡിഫൻസ് കോൺട്രാക്റ്റുകൾ ലഭിക്കുന്ന ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഡൈനാമിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, സിമന്റ് കമ്പനികളായ അൾട്രാടെക്, JK സിമന്റ്, പവർ ഗ്യാസ് കമ്പനികളായിട്ടുള്ള IGL, മഹാനഗർ ഗ്യാസ്, ഗുജറാത്ത് ഗ്യാസ്, പെട്രോനെറ്റ് LNG, ഗെയിൽ, റിന്യൂവബിൾ മേഖലയിലുള്ള ബാരി എനർജി, പ്രീമിയർ, NTPC, ടാറ്റ പവർ, ആക്മെ, NTPC ഗ്രീൻ, ബ്രിഗേഡ്, പ്രസ്റ്റീജ്, ശോഭ, ലോധ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് തുടങ്ങിയ റിയൽറ്റി ഓഹരികൾ എന്നിവയൊക്കെയാണ് നിർദ്ദേശിക്കുന്നത്. ബജാജ് ബ്രോക്കിംഗ്, HUL, SBI ഓഹരികളാണ് പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. വൻകിട പ്രഖ്യാപനങ്ങളെക്കാൾ ഉപരിയായി നിലവിലുള്ള പദ്ധതികളുടെ വേഗത്തിലുള്ള നടപ്പിലാക്കലായിരിക്കും ഈ ബജറ്റിന്റെ പ്രധാന ലക്ഷ്യം. വിപണിയിൽ ചെറിയ രീതിയിലുള്ള ചാഞ്ചാട്ടങ്ങൾ ബജറ്റ് ദിവസം സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഓഹരികൾ തിരഞ്ഞെടുക്കുമ്പോൾ കമ്പനികളുടെ ലാഭക്ഷമതയും കടബാധ്യതയും കൃത്യമായി പരിശോധിക്കാൻ മറക്കരുത്.